السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الله رب محمد صلى عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ റബീഉൻ നൂറിലെ ലൈലത്തുൽ മീലാദി ശരീഫി വ യൗമി, ഈ പുണ്യ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ മീലാദി ശരീഫ് വ യൗമിൽ മീലാദി ശരീഫിൽ എന്തെല്ലാം സമറാത്ത്, ഫവായിദ്, ഫുയൂദ്, ബറക്കാത്ത് ആശിഖീങ്ങൾ മുഖേന ലഭിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് ലഭിക്കുന്ന പുണ്യങ്ങൾ എന്തെല്ലാമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലാദത്തു ശരീഫയുടെ ആ സാഅത്ത് മുബാറക്കയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ഖൈറുകളും നമുക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റബീഉൻ നൂർ, റബീഉൽ അവ്വൽ ശരീഫിൽ ഒരുപാട് മഹാന്മാരുടെ അറാസ് മുബാറക്ക, അതും തന്നെ ആ മഹാന്മാരുടെ ഉറൂസ് മുബാറക്കുകളെല്ലാം വബുത്തഹു ഇലൈഹിൽ വസീല എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളിലേക്ക് ഒരു വസീലയായി മീലാദു ഷരീഫിൻ്റെ ഈ പുണ്യസമയം ആ മഹാന്മാരെല്ലാം വസീലയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദും ഹിമായത്തും ഷഫാഅത്തും അവിടുത്തെ മീലാദ് ഷരീഫ് കൊണ്ടിട്ട് കിട്ടുന്ന എല്ലാ പുണ്യങ്ങളും ഫുയൂദ് ബറക്കാത്ത് ലഭിക്കാനും ഈ മഹത്തുക്കളെ നമ്മൾ തവസ്സുലാക്കുകയാണ്. तेरी सरकार में रज़ा लाता है उसको शफी जो मेरा गौस है और लाडिला बेटा तेरा. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തവസ്സുലാക്കിക്കൊണ്ട് ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹി പാടിയതുപോലെ പരിശുദ്ധ റബീഉൻ നൂർ, റബീഉൽ അവ്വൽ ശരീഫ്, അഹ്യാ റബീ അൽ ഖൽബി ഷഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ. ഈ പുണ്യമാസം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളിലേക്ക് എത്തിയ മഹത്തുക്കൾ. റബീഉൽ അവ്വൽ മാസത്തിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് എത്തിയ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരെയും കൂടി തവസ്സുൽ മീലാദു ഷരീഫുമായി ബന്ധപ്പെട്ട് ഈ പുണ്യരാത്രിയിൽ ചെയ്യുകയാണ്. കാരണം ഹദീസിൽ കാണാം, തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗതു, ഈമാനുള്ളവരുടെ സമ്മാനമാണ് മരണം. അൽ മൗതു റൈഹാനത്തുൽ മുഅ്മിൻ, ഈമാനുള്ളവർക്ക് പുഷ്പമാണ് മരണം. ഒരുപാട് മഹത്തുക്കൾക്ക് ഈ പുഷ്പവും തുഹ്ഫത്തും ലഭിക്കപ്പെട്ട മാസമാണ് റബീഉൻ നൂർ. മാത്രമല്ല മഹത്തുക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാദങ്ങളും ഒരുപാട് അംബിയാ, സുദ്ദീഖീന്, ശുഹദാ, സ്വാലിഹീങ്ങളുള്ള ആത്മീയ ലോകത്തേക്ക് എത്താൻ ഒരു പരിഹാരമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അൽഹിഖ്നി ബിൽ അഖ്യാർ വലാ തുഖ്ലിഫ്നി മഅൽ അശ്റാർ. അഖ്യാറിലേക്ക്, മഹത്തുക്കളിലേക്ക് ചേർത്താൻ വേണ്ടി മഹാന്മാർ ദുആ ചെയ്തിരുന്നത് ഇമാം സുയൂത്തി റഹിമഹുല്ലാ ശറഹു സുദൂർ 21 രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ചില മഹത്തുക്കൾക്ക് പറഞ്ഞത് കാണാം. അബൂ സക്കരിയ റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ, അബ്ദുല്ലാഹി ഇബ്നു അബീ സക്കരിയ തങ്ങൾ പറയുന്നു, ലൗ ഖുയ്യിർതു ബൈന അൻ അഅമുറ 100 സനത്തിൻ ഫീ ത്വാഅത്തില്ലാഹി, എനിക്ക് 100 വർഷം ആയുസ് കിട്ടുന്നതിൻ്റെയും അല്ല ഇന്നത്തെ ദിവസം ഇതേ സമയം ലോകത്തോട് വിട പറയാൻ ഇഖ്തിയാർ നൽകപ്പെടുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് തന്നെ മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ, പ്രത്യേകിച്ചും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്, അതായത് ഷൗഖൻ ഇലല്ലാഹി വ ഇലാ റസൂലിഹി വ ഇല സ്വാലിഹീന മിൻ ഇബാദിഹി, അള്ളാഹുലേക്കും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും സർവ്വ സ്വാലിഹീങ്ങളിലേക്കും ആഗ്രഹിച്ചുകൊണ്ട് ഇതേ ദിവസം ഇതേ സമയമാണ് ഞാൻ ലോകത്തോട് വിട പറയാൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് മഹാന്മാർ പറഞ്ഞു. അപ്പോൾ മഹാന്മാർ
ആത്മീയ ലോകത്ത് ഈ മഹത്തുക്കളോടൊന്ന് ചെന്നെത്താൻ അവർ ആഗ്രഹിച്ചെന്നത് എത്രയാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഹലാവത്തുൽ മൗത്ത്, അത് കാരണം അവർക്ക് കിട്ടുന്ന ഉസൂല്, അൽ മൗത്ത് ജസ്റുൻ യൂസുലുൽ ഹബീബ ഇലൽ ഹബീബ്, അതിനൊക്കെ എത്രമാത്രമാണ് ആഗ്രഹിച്ചിരുന്നത്. ലിഖാഉല്ലാഹി തആല കാന അഹബ്ബു ഇലൈഹി മിനശ് ശഹദ്, തേനിനേക്കാളും അല്ലാഹുവിനെ കാണൽ, അല്ലാഹുവിനെ കണ്ടുമുട്ടൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുണ്ട് എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ദീർഘായുസിൻ്റെ മഹത്വം അതിൻ്റെ ശേഷം മരണത്തിൻ്റെ മഹത്വം പറഞ്ഞ അധ്യായത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ പരിശുദ്ധ റബീഉൻ നൂർ, ലൈലത്തുൽ മീലാദ് ഷരീഫ്, യൗമുൽ മീലാദ് ഷരീഫ്, റബീഉൽ അവ്വൽ മാസത്തിൽ ഈ പുഷ്പം ലഭിക്കപ്പെട്ട ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിയവരെ തിദ്കാർ, അവരെ തവസ്സുലാക്കിക്കൊണ്ട് മീലാദ് ഷരീഫിൻ്റെ എല്ലാ സമറാത്തും ഫവായിദും ഫുയൂദും ബറകാത്ത് കരസ്ഥമാക്കാൻ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വജുനൂദിഹി വസായിരി അസ്ഹാബിൽ ബദ്രിയീൻ വജമീഇ സ്വഹാബ വസായിരി സാദാത്തിനിൽ ഹസനിയ വൽ ഹുസൈനിയ വസായിരി അഹ്ലിൽ ബൈത്ത് وعلى سائر الصحابة الماضيين عند رسول الله صلى الله عليه وسلم وحسان بن ثابت وكعب بن زهير الأسلمي ونابغة الجعدي وعبد الله بن رواحة وعباس وسائر الصحابة رضي الله تعالى عنهم وسيدنا عائشة الصديقة وسائر الصحابيات رضي الله عنهن أجمعين. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ മാസം എത്തിയ മഹത്തുക്കൾ പരിശുദ്ധ റബീഉൻ നൂറിൽ അൽ മൗത്ത് തുഹ്ഫത്തുൽ മുഅ്മിൻ, അൽ മൗത്ത് ജസ്റുൻ യൂസുലുൽ ഹബീബ ഇലൽ ഹബീബ്, അൽ മൗത്ത് റൈഹാനത്തുൽ മുഅ്മിൻ എന്ന ഈ പുണ്യമേറിയ കാരണം കൊണ്ട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിയ മഹത്തുക്കൾ റബീഉൽ അവ്വൽ മാസത്തിൽ അവരും കൂടി നമുക്ക് മീലാദ് ഷരീഫിൻ്റെ സമറാത്ത് ഫവായിദ് കരസ്ഥമാക്കാൻ തവസ്സുലാക്കാം. وعلى أم المؤمنين سيدتنا جويرية اللهم صل وسلم وبارك عليه وعليهم وعلى أم المؤمنين سيدتنا جويرية رضي الله عنها ربيع الأول ഹിജ്റ 50. അതുപോലെ അലബിനി റസൂലില്ലാഹി സയ്യിദിന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു റബീഉൻ നൂർ 10 ഹിജ്റ 10. സയ്യിദിന ഉനൈസ് ഇബ്നു മർസദിൽ ഗൻവി റബീഉൽ അവൽ 10. അതുപോലെ സയ്യിദന ഇബ്രാഹിം റബീഉൽ അവൽ 10, അതുപോലെ ഹിജ്റ 10 ഇബ്നു മാരിയത്തിൽ കിബ്തിയ റളിയല്ലാഹു അൻഹ. അതുപോലെ അലാ സയ്യിദിന ഉനൈസ് ഇബ്നു മർസദിൽ ഗൻവി റബീഉൽ അവൽ ഹിജ്റ 20. വഅലാ സയ്യിദിന അൽ ഇമാമിൽ ഹസനിൽ മുജ്തബ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 49 റബീഉ 5. വഅലാ സയ്യിദിന അബി സുലൈമാൻ ദാവൂദ് തായി റബീഉ 8 ഹിജ്റ 165. വഅലാ സയ്യിദിൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു റബീഉ 14 ഹിജ്റ 179. വഅലാ സയ്യിദിന അബി യൂസുഫ് അൽ അൻസാരി ഇമാം അബു യൂസുഫ് റബീഉ 5 ഹിജ്റ 182. വഅലാ സയ്യിദിന ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹും റബീഉ 13 ഹിജ്റ 227. വഅലാ സയ്യിദിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റബീഉ 12 ഹിജ്റ 241. വഅലാ സയ്യിദിന അബ്ദുൽ ഗനിയിൽ ഹംബലി റബീഉ ഹിജ്റ 600. വഅലാ സയ്യിദിന ശംസുദ്ദീൻ അബ്ദുൽ അസീസിൽ ജീലാനിൽ ഖാദിരി റബീഉ 18 ഹിജ്റ 602. വഅലാ സയ്യിദിന മുഹീദ്ദീൻ അബി നസ്ർ മുഹമ്മദിൽ ജീലാനി അൽ ബഗ്ദാദി റബീഉ 22 ഹിജ്റ 657. വഅലാ സയ്യിദിന അഹ്മദുൽ ബദവി അഷ്ശാഫഈ റബീഉ 13 ഹിജ്റ 690. വഅലാ സയ്യിദുൽ ഇമാം ശംസുദ്ദീൻ അബുൽ ഖൈർ മുഹമ്മദിൽ ജസ്രി ഷാഫിഇൽ ഖാദിരി റബീഉ 5 ഹിജ്റ 833, അതായത് 833. വഅലാ സയ്യിദുൽ ഇമാം സിറാജുദ്ദീൻ ഉമർ ബിൻ ഇബ്രാഹിം അൽ മിസ്രി അൽ ഹനഫി റബീഉ 6 ഹിജ്റ 1005. വഅലാ സയ്യിദന ഖൈറുദ്ദീൻ അൽ ഖാദിൽ കിർമാനി റബീഉ 16 ഹിജ്റ 1024. വഅലാ സയ്യിദിന അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവിൽ ബുഖാരി ശൈഖു ശുയൂഖിൽ ഹിന്ദ് ബറക്കത്തുൽ മുസ്തഫ അലൽ ഇത്ലാഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷൈഖ് അബ്ദുൽ ഹഖ് ദഹ്ലവി റഹിമഹുല്ലാഹ് റബീഉ 21 ഹിജ്റ 1052. വഅലാ സയ്യിദിന അബ്ദുൽ ഹക്കീം സിദ്ദീഖ് സിയാലകൂത്തി
റബി 16 ഹിജ്റ 1067. വഅലാ സയ്യിദിന ആലി അഹ്മദ് അൽ മാറഹറബി അൽ ബർക്കാത്തി അൽ ഖാദിരി റബി 17 ഹിജ്റ 1235. സിൽസിലത്തു സ്വാബിരിയത്തിൽ ചിഷ്തിയ അതിൻ്റെ ബാനി അഷെയ്ഖ് അലാഉദ്ദീൻ അലി അഹമ്മദ് സ്വാബിരി അൽ കലിയരി, അതായത് അൽ കലിയാർ ഷെരീഫ് അലാഉദ്ദീൻ അഹമ്മദ് സ്വാബിരി റബി 13 ഹിജ്റ 690. അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിലേക്ക് ഖാജ നിലാമുദ്ദീൻ ഔലിയ ഡൽഹി മുഖേനയാണ് സിൽസില ത്വരീഖത്ത് ചില സിൽസിലകൾ എത്തുന്നത്. അഷെയ്ഖ് അലാഉദ്ദീൻ അലി അഹമ്മദ് സ്വാബിരി അൽ കലിയാരി റഹ്മത്തുള്ളാഹി അലൈഹി ഫരീദുദ്ദീൻ ഗഞ്ചശക്കർ റഹിമഹുല്ലാൻ്റെ സഹോദരി പുത്രനും അതുപോലെ മരുമകനും അതുപോലെ ഖലീഫയായ അഷെയ്ഖ് അലാഉദ്ദീൻ അലി അഹമ്മദ് സ്വാബിരി അൽ കലിയാരി റഹ്മത്തുള്ളാഹി അലൈഹി റബി 13 ഹിജ്റ 690. അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലം ബാരിക അലൈഹി വഅലൈഹിം വഅലാ സയ്യിദിന മുഹമ്മദ് ആബിദ് സിന്ദിൽ മദനി അൻ നഖ്ശബന്ദി അൽ ഹനഫി റബി 18 ഹിജ്റ 1257. വഅലാ സയ്യിദിന ഫളിൽ റഹ്മാൻ അസ്-സിദ്ദീഖ് അൽ ഗഞ്ച് മുറാദാബാദ് അൻ നഖ്ശബന്ദി അൽ ഖാദിരി റബി 22 1313 ഹിജ്റ. ഇമാം ഷാരിയാത്ത് റഹിമഹുല്ലാഹിന്റെ സബത്തുൽ അസ്ഹറിൽ കാണാം. മറ്റു സലാസിലെല്ലാം അഷെയ്ഖ് ഫളുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹിയുടെ മകൻ അഷെയ്ഖ് അഹമ്മദ് മിയ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിൽ നിന്ന് പിതാവ് മുഖേനയും അല്ലാതെയും ഇമാം ഷാരിയാത്ത് റഹിമുള്ള ഒരുപാട് ഇജാസാത്ത് കരസ്ഥമാക്കിയിട്ടുണ്ട്. ആ അവിടെ ഷെയ്ഖിൻ്റെ ഉപ്പയും ഷെയ്ഖായ അസയ്യിദ് ഫളുർ റഹ്മാൻ അസ്-സിദ്ദീഖ് അൽ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി റബി 22 1313 ഹിജ്റ. വഅലാ സയ്യിദിൽ ഖാദി അബ്ദുൽ വഹീദ് അൽ ഫിർദൗസി അർ-റളവി റബി 19 1326. വഅലാ സയ്യിദിന ഗുലാം ഖാദിർ അൽ ഹാഷിമി സിയാരി അൽ ലാഹോരി സയ്യിദ് ഖുത്ബുദ്ദീൻ റിയാഉദ്ദീൻ മദനി മഹാനവറുകളുടെ ഉസ്താദും കൂടിയായ സയ്യിദന ഗുലാം ഖാദിർ ഹാഷിമി സിയാൽവി ലാഹോരി റബി 19 ഹിജ്റ 1327. വലാ ഷെയ്ഖുൽ ഇസ്ലാം അസ്-സയ്യിദ് ഷെയ്ഖ് മുഹമ്മദ് സഈദ് ബാബു സയ്യിദ് അഷാഫി അൽ മക്കി ഷെയ്ഖുൽ ഇസ്ലാം അഷെയ്ഖ് മുഹമ്മദ് സഈദ് ബാബു സയ്യിദ് അഷാഫി അൽ മക്കി റബി 24 1330 ഹിജ്റ. ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ ഉലമാഉൽ ഹറമൈൻ്റെ സന്ദേശം ഹുസാമുൽ ഹറമൈനി അല മൻഹരിൽ കുഫ്രി വൽ മൈൻ അതിൽ തസ്ദീഖ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് സഈദ് ബാബു സയ്യിദ് അഷാഫി അൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. അലാ സയ്യിദന ഷെയ്ഖ് അൽ മശായിഖ് ഷേർ മുഹമ്മദ് ഷറഖ്പൂരി അൻ നഖ്ശബന്ദി റബി 3 1347. വഅലാ സയ്യിദന മുഹമ്മദ് ബദ്രുദ്ദീൻ അൽ ഹസൻ മഗ്രിബി ഷാഫി റബി 27 1354. വഅലാ സയ്യിദന മുഹമ്മദ് സുലൈമാൻ അഷ്റഫ് അൽ ബിഹാരി റബി 5 1358. വഅലാ സയ്യിദന ഗുലാം അഹദ് ഷൗഖ് അൽ ഫരീദി അൻ നഖ്ശബന്ദി അൽ ജമാഅത്ത് റളവി റബി 23 ഹിജ്റ 1362. വഅലാ സയ്യിദന ഗുലാം അലി അൽ അജ്മീരി അൽ ചിശ്തി അർ റളവി റബി 15 1374. അലാ ഹദ്റത്ത് റഹ്മത്തുള്ളാഹിയുടെ ഖലീഫം കൂടിയാണ് അജ്മീറിലെ അവിടെ ഖുദാമും മഹത്തുക്കളുടെയൊക്കെ സന്താനപ്പെട്ട മഹാൻ സയ്യിദ്ന ഗുലാം അലി അൽ അജ്മീരി അൽ ചിശ്തി അർ റളവി റബി 15 1374. വഅലാ സയ്യിദ്ന മുഹമ്മദ് ലഹീറുൽ ഹസൻ അൽ ആലമി റബി 12 1382. വഅലാ സയ്യിദ്ന മുഹമ്മദ് ബുർഹാനുൽ ഹഖ് അൽ ജബൽപൂരി റഹിമഹുല്ലാഹ് അലാ ഹദ്റത്തിൻ്റെ ഖലീഫ റബി 26 1405. اللهم صل وسلم وبارك عليه وعليهم وعلى سائر الماضيين المحبين والعاشقين وسائر أهل الخير الذين كتبوا كتبا في مولد النبي صلى الله عليه وسلم وفضائل الميلاد الشريف ودلائل الميلاد الشريف ودلائل قيام الميلاد الشريف وسائر عشاق رسول الله صلى الله تعالى عليه وعليهم وسلم تسليما كثيرا كثيرا كثيرا. ഇന്ന് വരെ ഹഖിൻ്റെ അഹ്ലുകാർ ആരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മൗലിദുകൾ എഴുതിയിട്ടുണ്ട്. ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിൽ അബിയാത്ത് അതുപോലെ പദ്യവും ഗദ്യവും എഴുതിയിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരു ഹദറത്തിൽ മദ്ഹ് പാടുന്ന സ്വഹാബത്തുൽ കിറാം മറ്റു സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് ഷരീഫിനെയും ഖിയാം മീലാദ് ഷരീഫിനെയും ഫളാഇൽ മീലാദ് ഷരീഫിനെയും സ്ഥിരപ്പെടുത്തി എഴുതിയ സർവ്വ മഹത്തുക്കളുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ആ മഹാന്മാരുടെയൊക്കെ മദദ് ഹിമായത്ത് ഷഫാഅത്ത് അല്ലാഹു നൽകട്ടെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മീലാദ് ഷരീഫിൻ്റെ ഈ പുണ്യ സമയം ഇത്തരത്തിലുള്ള മഹത്തുക്കൾ തവസ്സുലാക്കിക്കൊണ്ട് റബി ഉന്നൂറിൽ
ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിയ ഈ മഹത്തുക്കളെ തവസ്സുലാക്കിക്കൊണ്ട് മറഅഹുൽ മുഅ്മിനീന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ എന്ന നിലയ്ക്ക് ഈ മഹാന്മാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിയ മഹാന്മാരാണ്. റബീഉൽ അവ്വൽ ശരീഫിൽ അള്ളാഹു ആ മഹാന്മാരുടെ ദർജത്ത് ഉയർത്തട്ടെ, അവർക്ക് മദദ്, ഹിമായത്ത്, ഷഫാത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതോടുകൂടെ അൽ ഖൗലുൽ ബദീൽ ഹാഫിദ് സഖാബി റഹ്മത്തുള്ളാഹി അലൈഹി, അതായത് അൽ ഖൗലുൽ ബദീൽ ബിസ്സലാത്തി അലൽ ഹബീബി ഷഫീ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഹാഫിദ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ സഖാബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഖൗലുൽ ബദീഇന്റെ 363 പേജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വലാത്ത് ചെല്ലേണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയേണ്ട വിഷയങ്ങളൊക്കെ പറഞ്ഞ സ്ഥലത്ത് പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത് പള്ളിയിൽ കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലാം പറയണം. എന്നിട്ട് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറയണം. അതേ സ്ഥാനത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സലാം പറയണം. എന്നിട്ടോ ശൈത്താന് പിശാചിനെ തൊട്ട് കാവലിനെ തേടണം എന്നൊക്കെ ഹദീസുകൾ ബഹുമാനപ്പെട്ട ഹാഫിദ് സഖാബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഖൗലുൽ ബദീഉ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 363 365 പേജുകളൊക്കെ കാണാം. മാത്രമല്ല എപ്പോൾ പള്ളിയിൽ കിടക്കുമ്പോഴും പ്രത്യേകിച്ചും ലൈലത്തുൽ മീലാദിലും യൗമുൽ മീലാദിലും അള്ളാഹുവിൻ്റെ വീടായ പള്ളി ഹയാത്താക്കുമ്പോൾ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ് ചൊല്ലാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗലൂദ് ഓതാനും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിലാദത്ത് മുബാറക് കൊണ്ട് സന്തോഷിക്കാനും പള്ളിയിൽ ജമാഅത്തും മറ്റുമെല്ലാം പോകുമ്പോൾ ആ സമയത്തും പള്ളിയിൽ കയറുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് ഹബീബ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് ചെല്ലുക. എന്നിട്ട് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പ്രാർത്ഥിക്കുക. പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി വഹ്ഫദ്നി മിൻ ശൈത്വാനിർ റജീം, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്താനെ തൊട്ട് കാവലിനെ തേടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ പള്ളിയിൽ കയറുമ്പോൾ സ്വലാത്ത് ചെല്ലിട്ട് അല്ലാഹുമ്മ അസ്ഇംനാ മിൻ ശൈത്വാൻ എന്ന് പറയാനും ഹാഫിദ് സഖാബി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം. മാത്രമല്ല അസ്സലാമു അലൈക അയ്യുഹൻ നബിയു സല്ലല്ലാഹു വമലായികതുഹു അലാ സയ്യിദിനാ മുഹമ്മദ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു റഹ്മത്തുള്ളാഹി, ബിസ്മില്ലാഹി ദഖൽനാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി തവക്കൽനാ എന്ന് പറയാൻ മുഹമ്മദ് സീരീൻ റഹിമഹുല്ലാഹ് താബീങ്ങളെ തൊട്ടും താബീങ്ങളെ തൊട്ടും മറ്റും രേഖപ്പെടുത്തിയത് ഹാഫിദ് സഖാബി റഹിമഹുല്ലാഹ് ഹാഫിദ് സഖാബി റഹിമഹുല്ലാഹ് അൽ ഖൗലുൽ ബദീ 365 രേഖപ്പെടുത്തിയതായി കാണാം. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി ദഖൽനാ വ ബിസ്മില്ലാഹി ഖറജ്നാ എന്ന് അവർ പറഞ്ഞിരുന്നു എന്ന ഹദീസിൽ കാണാം. ഏതായാലും പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹ്, ബിസ്മില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ടിട്ടാണ് പള്ളിയിൽ പ്രവേശിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നഖൈ റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഹാഫിദ് സഖാബി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഖൗലുൽ ബദീ 365 366 രേഖപ്പെടുത്തുകയാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലവാത്ത് സലാം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പള്ളിയിൽ കയറേണ്ടത്. അവിടെയും സ്വലാത്ത് മറക്കരുത്. പള്ളി കാണുമ്പോഴെല്ലാം സ്വലാത്ത് ചെല്ലണമെന്നും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മൗലിദ് അതിനെല്ലാം ഹയാത്താക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താണ്. ഇന്നത്തെ യൗമുൽ മീലാദ്, വരാൻ പോകുന്ന യൗമുൽ മീലാദും ലൈലത്തുൽ മീലാദും അതോടുകൂടെ ഇന്ന് തിങ്കളാഴ്ചയുടെ സമയമാണ്. എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും വർഷത്തിൻ്റെ 50 തിങ്കളാഴ്ചകൾ കടന്നു വരുമ്പോൾ ആ തിങ്കളാഴ്ചകളെ പല സ്വഹാബത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് മുബാറക്ക് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചത് കാണാം. മാത്രമല്ല 50 നോമ്പുകൾ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൻ്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും നോമ്പനുഷ്ഠിച്ചവരുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തുൽ കിറാമിന്റെ കൂട്ടത്തിലുമുണ്ട്. അല്ലാഹു തആല അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് നടത്തിയതുപോലെ, അതുപോലെ മദ്ഹുർ റസൂൽ നടത്തിയതുപോലെ ഏതായാലും അസ്ലി മീലാദ് പരിശുദ്ധ ഖുർആനിലും അഹാദീസിലും സ്വഹാബത്തിന്റെ ജീവിതത്തിൽ പലപ്പോഴും വെളിവായത് എല്ലാ സമയത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് മറക്കാത്ത മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും. അതോടുകൂടെ ഇന്ന് നടക്കുന്ന മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട മീലാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇമാം അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബാഹിസ് അലാ ഇൻകാറിൽ ബിദഅത്തി വൽ ഹവാദിസിൽ പറഞ്ഞതുപോലെ ഇയാനത്തു ത്വാലിബീനിലും അതുപോലെ ഫത്ഹുൽ മുബീനിലൊക്കെ രേഖപ്പെടുത്തുന്നതുപോലെ ഫത്ഹുൽ മുബീനിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി
രേഖപ്പെടുത്തുന്നു. ഫത്തുഹുൽ മുബീൻ ഷറഹിൽ അർബഈൻ 224 പേജിൽ 224 പേജിൽ ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നത്. വമിൻ അഹ്സനി മബ്തുദിയ ഫീ സമാനിനാ വമിൻ അഹ്സനി മബ്തുദിയ ഫീ സമാനിനാ. അബൂ ഷാമ റളിയല്ലാഹു അൻഹു പറയാണ്, നമ്മുടെ കാലത്തിൽ ഇവിടെ കുറച്ച് വിഷയങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അത് വലിയ പുണ്യകർമ്മം തന്നെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തിന്റെ മേൽ അറിയിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ വിശദമായി ബഹുമാനപ്പെട്ട അബൂ ഷാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫത്തുഹുൽ മുബീനിലും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഈ മഹാന്മാരെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ മദദ് ഹിമായത്ത് ഷഫാത്ത് ലഭിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടുകൂടെ അബൂ ഷാമ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞ വമൻ ബുതുദിയ ഫീ സമാനിനാ, അതായത് ബഹുമാനപ്പെട്ട അബൂ ഷാമ റളിയല്ലാഹു അൻഹു പറയാണ്, ومن أحسن ما ابتدأ في زماننا ما يفعل كل عام في اليوم الموافق ليوم مولده صلى الله عليه وسلم من الصدقات والمعروف وإظهار الزينة والسرور فإن ذلك ما فيه من الإحسان إلى الفقراء مشعر بمحبته صلى الله عليه وسلم وتعظيمه وجلالته في قلب فاعل ذلك وشكر الله سبحانه وتعالى على ما من به من إيجاد رسوله صلى الله عليه وسلم الذي أرسله رحمة للعالمين صلى الله عليه وسلم الباعث على إنكار البدع والحوادث 23-24 പേജുകളിൽ. മാത്രമല്ല ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്തുഹുൽ മുബീൻ 223-224 പേജുകളിൽ രേഖപ്പെടുത്തതായി കാണാം. അതുപോലെ അബൂബക്കർ ദിമ്യാത്ത് റഹിമഹുല്ലാഹ് മഹാനവറുകൾ ഇയാനത്തു ത്വാലിബീൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ 1-ാമത്തെ വാല്യത്തിൻ്റെ അവസാനത്തെ പേജിലും അതുപോലെ 3-ാമത്തെ പേജിൽ കിതാബുൽ വലീമയിലും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു എല്ലാം ഖൈറിലാക്കിപ്പെട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് മുബാറക്കയുടെ ഈ സമയം റബീഉൽ നൂറിനോട് ബന്ധപ്പെട്ട ഏതെല്ലാം മഹാന്മാരുണ്ട് എല്ലാവരുടെയും ദർജാത്ത് അല്ലാഹു ഉയർത്തി അവർക്ക് തവസ്സുലാക്കിക്കൊണ്ട് അഹ്യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. പരിശുദ്ധ റബീഉൽ നൂർ യൗമുൽ മീലാദ് ലൈലത്തുൽ മീലാദ് ഷരീഫിൻ്റെ എല്ലാ സമറാത്തും ഫവായിദും എല്ലാം നൽകപ്പെടുകയാണ്. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.